കാണുക. വായന എന്താണെന്ന് നിങ്ങളിൽ നിന്ന് കൂടി എനിക്ക് കൂടി മനസ്സിലാക്കണമല്ലോ. ഞാൻ നിങ്ങളോട് മാത്രം പറഞ്ഞാൽ പറയല്ല. എല്ലാവരും പുസ്തകങ്ങൾ വായിക്കാറുണ്ട് അല്ലേ? ഇല്ലേ? എന്താണ് ഉദ്ദേശിക്കുന്നത്? വായന എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കുക, തുറന്ന് വായിക്കുക അല്ലേ? അതല്ലേ നമ്മൾ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, വായന എന്നുള്ള വാക്കിന് പുസ്തകം വായിക്കുക എന്ന് മാത്രമല്ല. വായന എന്നുള്ള വാക്കിന് പുസ്തകം വായിക്കുക എന്നുള്ളത് മാത്രമായ മറ്റൊരു അർത്ഥം എന്താണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ പിന്നെ വായിക്കുന്ന കാര്യം പറയല്ലേ, വീണ വായിക്കുന്നു എന്ന് പറയല്ലേ, വയലിൻ വായിക്കുന്നു എന്ന് പറയല്ലേ, ഇല്ലേ? കേട്ടില്ലേ? ഞങ്ങൾക്ക് ഒരുപാട് തലങ്ങളുണ്ട്. അപ്പൊ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ അവിടെ. അപ്പൊ നമുക്ക് ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഇനി ഒരു കഥ വായിക്കുമ്പോൾ, ഇനി ഒരു നോവൽ നമ്മൾ വായിക്കുന്നു, ഒരാളുടെ മനസ്സിലും ആ നോവലിലെ കഥാപാത്രത്തിനെ കുറിച്ചുള്ള ചിന്തകളും ഇല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ രൂപവും അതുപോലെ പിന്നെ ആ നോവലിൽ പറയുന്ന പ്രകൃതി ഭംഗിയും വീടും കാര്യമൊക്കെ ഇല്ലേ, ചുറ്റുപാടുകളൊക്കെ ഇല്ലേ, അത് നിങ്ങൾ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളുടെ ഒക്കെ മനസ്സിൽ വ്യത്യസ്ത തരത്തിലായിട്ടുണ്ടാവാം. നിങ്ങൾ വ്യത്യസ്ത തരത്തിലായിട്ട് ചിന്തിക്കുക. നമുക്ക് പുസ്തക വായന എന്ന് പറഞ്ഞാൽ അത് വൈവിധ്യമായ തരത്തിലേക്ക് നമ്മുടെ ഭാവനകളെ മാറ്റിമറിക്കുന്നു.